എല്ലാവർക്കും നമസ്കാരം. ഇ ലേണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോക്കാം ഇന്ന് ഇവിടെ എന്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച PSC പുറപ്പെടുവിപ്പിച്ച പുതിയൊരു വിജ്ഞാപനമുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തായിരുന്നു അല്ലെ. ഫയർമാൻ ഡ്രൈവറിനെയും പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കിയത്. അതേപോലെ ഫയർ വുമനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവർക്ക് എങ്ങനെ ഈ എക്സാം വിൻ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഇതിന് പഠിച്ചു തുടങ്ങണം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമുക്കറിയാം എല്ലാ യൂണിഫോം ഫോഴ്സിലേക്കുമുള്ള എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ട്. ആ സ്പെഷ്യൽ ടോപ്പിക്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫയർമാനും അതേപോലെ ഫയർമാൻ ഡ്രൈവറിനും ഉള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. എത്ര മാർക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 20 മാർക്ക് തന്നെയാണ് എല്ലാ എക്സാമിനും കിട്ടുന്നത് പോലെ തന്നെ ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ ആ 20 മാർക്ക് എങ്ങനെ നേടിയെടുക്കാം എന്ന കാര്യമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഒപ്പം സൂരജ്. നമുക്ക് നോക്കാം. ഫയർമാന്റെ സിലബസിനകത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എക്സാം നടത്തിയപ്പോൾ 9 മാർക്ക് ഫയർ എന്നും അടുത്ത 9 മാർക്ക് ഫസ്റ്റ് എയ്ഡ് എന്നും പറഞ്ഞു കൊടുത്തിരുന്നു. 2 മാർക്ക് IT ആക്ടിൽ നിന്നുമാണ് ചോദ്യപേപ്പർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മാർക്ക് നമുക്ക് സ്വന്തമാക്കി കഴിയണം. ആ സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ആ മാർക്ക് മേടിക്കാനുള്ള മാർഗത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. നമുക്ക് നോക്കാം ആദ്യം എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തിനെ പറ്റി പഠിക്കുന്നത്, എന്തിനെ ഉള്ളതാണ്? തീ എന്നതിനെ കുറിച്ചാണ്, അഗ്നിയെ കുറിച്ചാണ്. എന്താണ് അഗ്നി, എന്താണ് ജ്വലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ജ്വലന സ്വഭാവമുള്ള ഒരു വസ്തു അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്ന് എന്ത് പുറപ്പെടുവിപ്പിക്കുന്നു? അല്ലെ, എന്തൊക്കെയായിരിക്കും? താപവും അതേപോലെ പ്രകാശവും പുറപ്പെടുവിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഗ്നി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ജ്വലനം എന്ന് വിളിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലും വസ്തുക്കൾ കത്തുന്നത്. ആ കത്തുന്ന സമയത്ത് എന്തുണ്ടാകുന്നു? വലിയ രീതിയിൽ പ്രകാശവും താപവും ഉണ്ടാകുന്നു. ഈ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ജ്വലനം എന്ന് വിളിക്കുന്നു. താപം അല്ലെങ്കിൽ അഗ്നി എന്ന് നമ്മൾ വിളിക്കുന്നു. നമുക്ക് നോക്കാം. ഫയറിനെ പറ്റി നമ്മൾ ഇത് തുടങ്ങുന്ന ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഫയറിനെ പറ്റിയാണ് പറയുന്നത്. എത്ര തരത്തിലുള്ള ഫയർ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഫയർ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയോണേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ. ഫയറുകളെ എന്ത് ചെയ്യുന്നു? തരം തിരിച്ചിരിക്കുന്നു. അതിനകത്തിൽ ഒന്നാമത്തെ ഫയർ ആണ് ക്ലാസ് എ ഫയർ. ഏതാണ്? ക്ലാസ് എ ഫയർ. അപ്പോൾ ക്ലാസ് എ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ പിക്ചർ അങ്ങോട്ട് നോക്കുക, അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായും എന്താണ് എ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലാസ് എ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും. നോക്കി, ഇത് എന്താണ് കത്തുന്നത്? കുറെ വിറക് കത്തുകയാണ്. വിറക് കത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് തന്നെ അറിയാം. വിറക് കത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്താണ് അവശേഷിക്കുന്നത്? അതെ, ചാരവും കരിയുമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അത്രയുമേ ഉള്ളൂ. ഒരു വസ്തു കത്തിക്കഴിഞ്ഞാൽ കരിയോ ചാരമോ അവശേഷിക്കുകയാണെങ്കിൽ അങ്ങനത്തുള്ള ജ്വലനത്തെ നമ്മൾ വിളിക്കുന്നു ക്ലാസ് എ ഫയർ. കേട്ടോ, ക്ലാസ് എ ഫയർ. കൂടാതെ ക്ലാസ് എ ഫയറിനെ തടയുവാൻ വേണ്ടി, ശമിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ജലമായിരിക്കും, വെള്ളമാണ് കോരി ഒഴിക്കുന്നത് അല്ലെ. വെള്ളമാണ് ഈ ക്ലാസ് എ ഫയർ തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മുടെ അടുത്ത നാട്ടിലൊക്കെ വല്ല എവിടെയെങ്കിലുമൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ, ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? അവരുടെ കയ്യിലുള്ള വെള്ളം ഉപയോഗിച്ച് തീ കെടുത്താണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ക്ലാസ് എ ഫയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ തീ എങ്ങനത്തെയുള്ള അഗ്നിയാണ്, ജ്വലനമാണ് എന്ന് നോക്കാം. അത് ഏതാണ്? എ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വരും? ക്ലാസ് ബി ഫയർ ആണ്. പിക്ചറിലോട്ട് നോക്കി, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി. മറ്റേത് ഖരാവസ്ഥയിലുള്ളതാണെങ്കിൽ ഇവിടെ ഏത് അവസ്ഥയിലേക്ക് വരികയാണ്? നോക്കിക്കോ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ. ആ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്. ഒരു ടാങ്കർ ലോറിയാണ് കത്തുന്നത് അല്ലെ. ടാങ്കർ ലോറിക്കകത്ത് നമ്മൾ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടല്ലോ. എന്താണ്? പെട്രോളിയമാണ്. അതേപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതേപോലെ ആൽക്കഹോള്, പെയിന്റ് പോലുള്ള വസ്തുക്കൾ, ഇതെല്ലാം എങ്ങനെയാണ്? ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കളാണ്. ഈ ദ്രാവകാവസ്ഥയിൽ ഈ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? കത്തുന്നു. ഇങ്ങനെ ഈ വസ്തുക്കൾ കത്തുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? ക്ലാസ് ബി ഫയർ. നോക്കിയേ, ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ബി ഫയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെയിന്റ്, ആൽക്കഹോൾ എന്നിവയിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളെയും നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ബി കാറ്റഗറി ഫയറിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി നോക്കിയേ, ഇത് അണയ്ക്കുവാൻ വേണ്ടി, ഇത്
അണയ്ക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ചാൽ നടക്കുന്ന കാര്യമല്ല, വലിയ രീതിയിൽ തീ അണയത്തില്ല. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫോം, പത. നമ്മൾ പഠിക്കും കേട്ടോ, മുന്നോട്ട് പോകും തോറും പലതരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്യൂഷറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കും ഈ ഫോം എന്താണെന്നൊക്കെ ഉള്ള കാര്യം, അതേപോലെ ഡ്രൈ കെമിക്കൽ പൗഡർ എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ആഴത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ തീ കെടുത്തുന്നത് അല്ലെ. ഈ തീയുടെ മുകളിലേക്ക് വലിയ ഒരു ബ്ലാങ്കറ്റ് പോലെ എന്ത് ചെയ്യുകയാണ്, ഇതുകൊണ്ട് ഇടുകയാണ്, പത തെറിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ തീ കെടുത്തുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ക്ലാസ് ബി ഫയർ നിങ്ങൾ കണ്ടിരിക്കുകയാണ്. ഒരു പെട്രോളിയം ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ടാങ്കറിൽ തീ കത്തിയിരിക്കുന്നു. അപ്പോൾ ദ്രാവക അവസ്ഥയിലുള്ള ഏതൊരു വസ്തുവിൽ തീ പിടിച്ചാലും നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തുന്നു, ബി കാറ്റഗറിയിൽ പെടുത്തുന്നു. ഇനി നോക്കിയോണേ, മൂന്നാമത്തെ ഏതാണ്, സി ഫയർ ആണ്. ക്ലാസ് സി ഫയർ പടം കാണുമ്പോഴേ അറിയാം, എല്ലാവരുടെയും വീട്ടിലുണ്ട് അല്ലെ. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് എവിടെ ഉണ്ടാകുന്ന തീയാണെന്നല്ലേ. അപ്പോൾ ആദ്യം ഖരം പഠിച്ചു, ദ്രാവകം പഠിച്ചു, മൂന്നാമത്തെ എന്താണ്, വാതകം. ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന ജ്വലനത്തെയാണ്, അഗ്നിയാണ് ക്ലാസ് സി ഫയറിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ പടം തന്നെ, ആ പിക്ചർ തന്നെ ഉള്ളിൽ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടെ ഓർത്തിരിക്കുക, ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ എന്ത് പേരിൽ വിളിക്കുന്നു, ക്ലാസ് സി ഫയർ എന്ന പേരിൽ വിളിക്കുന്നു. നോക്കി, അത് എന്തൊക്കെയായിരിക്കും, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അല്ലെ, ജ്വലനശേഷിയുള്ള ഒരാൾ ആരാണ്, എൽ പി ജി, അതുപോലെ അസറ്റിലിൻ, ഹൈഡ്രജൻ മുതലായ വാതകങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാകുന്നത്, തീപിടുത്തം ഉണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അറിയാം എൽ പി ജിയിലാണ് അല്ലെ. എൽ പി ജി ഭയങ്കരമായിട്ടും തീ പിടിക്കുന്ന ഒരു വാതകമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വാതകങ്ങളിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, സി കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നോക്കിയേ, ഇതിനെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഡ്രൈ കെമിക്കൽ പൗഡർ. മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും, ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫയർ എക്സ്റ്റിങ്യൂഷർ എന്ന ഭാഗത്ത് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതാണ്. അലസവാതകങ്ങൾ എന്നിവ തീ അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാലോ അലസവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അലസവാതകങ്ങൾ, അതുപോലെ ഡ്രൈ കെമിക്കൽ പൗഡർ എന്നിവയാണ് സി കാറ്റഗറിയിലുള്ള ഫയർ എന്ത് ചെയ്യാൻ വേണ്ടി, ശമിപ്പിക്കാൻ വേണ്ടി, അണയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഏതായിരിക്കും, ക്ലാസ് ഡി ഫയർ ആണ്. നോക്കിയോ, ഇവിടെ ഒരു വലിയ ഒരു തീ കാണാൻ പറ്റുന്നുണ്ട്. അത് എന്തിനാണ് ആ തീ കത്തിയിരിക്കുന്നത് നോക്കിയേ, എന്തിനാണ്, ആ പടം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നോക്കിയോ, അവിടെ തന്നെ എഴുതി വരുന്നുണ്ട് ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളിൽ. നോക്ക്, ഇനി മനസ്സിലായി കാണും, ലോഹങ്ങളിലാണ് അല്ലെ. ലോഹങ്ങളിൽ, ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളിൽ എന്ത് ചെയ്യുന്നു, അഗ്നി പിടിക്കുകയാണെങ്കിൽ, തീ പിടിക്കുകയാണെങ്കിൽ അങ്ങനത്തെയുള്ള അഗ്നിബാധയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ക്ലാസ് ഡി ഫയർ എന്ന പേരിൽ വിളിക്കുന്നത്. ക്ലാസ് ഡി ഫയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കിയേ, സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ കത്തുകയാണെങ്കിൽ, എടുത്തു ഓർത്തോണം, സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക്. സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക്, ഈ ഒരു ഇത്രയും ലോഹങ്ങളിൽ എന്ത് ചെയ്യുന്നു, തീ പെട്ടെന്ന് പിടിക്കാറുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫിസിക്സിനകത്തൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, എവിടെയാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഈ ലോഹങ്ങൾ കത്തുകയാണെങ്കിൽ ഇവയെ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തുന്നു, ഡി കാറ്റഗറിയിൽ പെടുത്തുന്നു. ഏത് കാറ്റഗറിയാണ്, ഡി കാറ്റഗറി ഫയറിനകത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. നോക്കിയേ, ഈ തീ അണയ്ക്കാൻ വേണ്ടി, ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീ അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡ്രൈ കെമിക്കൽ പൗഡർ തന്നെയാണ്. ഡ്രൈ കെമിക്കൽ പൗഡർ, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. എല്ലായിടത്തും ഫയർ എക്സ്റ്റിങ്വിഷർ ഒക്കെ വെച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് CO2 എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ അവനെയാണ്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഇവിടെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഡ്രൈ കെമിക്കൽ പൗഡർ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഉപയോഗിച്ച് പെട്ടെന്ന് തീ അണയ്ക്കാൻ കഴിയുന്നത് ഏത് കാറ്റഗറിയാണ്, ഡി കാറ്റഗറിയിലുള്ള ഫയറുകളെയാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത നമ്മുടെ ലാസ്റ്റ് ആണ് ക്ലാസ് ഇ ഫയർ ആണ്. ക്ലാസ് ഇ ഫയർ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, ഇ എന്നുള്ള ആ ഒരു അക്ഷരം ഇലക്ട്രോണിക് എന്ന് ഓർത്തോണം. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണെന്ന് നോക്കിയേ, അമിതമായി ഊർജ്ജവൽക്കരിക്കപ്പെട്ട ഏതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും എന്തുണ്ടാകുന്നു, തീ പിടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വാർത്തയ്ക്കകത്തൊക്കെ കാണുന്നില്ലേ, മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു, മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചു, അപ്പോൾ മിക്സി, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ പൊട്ടിത്തെറിക്കാറുണ്ട്, തീ പിടിക്കാറുണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്, ഈ കാറ്റഗറി എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് എന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഫോണിനകത്തിൽ ബാറ്ററി ഉണ്ട്, അത് എന്ത് ചെയ്യുന്നു, കൂടുതൽ ചാർജ് ആയി കഴിഞ്ഞ് അത് പഴുത്ത് പൊട്ടാറുണ്ട്. അങ്ങനത്തെയൊക്കെ പൊട്ടി തീ പിടിക്കുക
ചോദിക്കുകയാണെങ്കിൽ അത് ഏത് കാറ്റഗറിയാണ്? ഈ കാറ്റഗറി ഫയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആദ്യം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫയറിനെ പറ്റിയുള്ളതായിരുന്നു. നമ്മളെ ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സിലെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കഴിഞ്ഞത്. നമുക്ക് 20 മാർക്ക് മേടിക്കാനുള്ള ഈ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ ലേണിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഈ ചാനൽ ഫോളോ ചെയ്യുകയും കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്ക് നമുക്ക് ലഭ്യമാകുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ഭാഗവുമായിട്ട്, സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മറ്റൊരു ഭാഗമായിട്ട് നമുക്ക് കാണാം.